എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എലപ്പുള്ളിയിൽ അനുമതി നൽകിയ ബ്രൂവറിക്ക് അനുമതി നൽകിയ നടപടിയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നടപടി നേരിട്ടിരിക്കുന്നത്. സർക്കാർ നൽകിയ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇതിൽ തീരുമാനമെടുത്തത്, റദ്ദാക്കുന്ന നടപടികളിലേക്ക് പോയത്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് നിലവിലുള്ളതെന്നും ഇത് ബ്രൂവറി കൂടി വരുമ്പോൾ അതിൽ നിരവധിയായ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോഴുള്ള ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നും പറഞ്ഞിരുന്നു. 600 കോടി രൂപയുടെ നിക്ഷേപവും പ്രതിദിനം 500 കിലോ ലിറ്റർ ഉൽപ്പാദന ശേഷിയുമുള്ള പദ്ധതിയിൽ എത്തനോൾ പ്ലാന്റ്, അതോടൊപ്പം തന്നെ മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഒപ്പം തന്നെ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത്. ആ പദ്ധതിയിൽ അങ്ങനെയാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇത് നടപ്പാക്കുന്നതോടെ ഈ പ്രദേശം ഒരു മരുഭൂമിയായി മാറുമെന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സർക്കാർ ഇത് അനുമതി നൽകുന്നത് അടക്കം ഉണ്ടായിരുന്നത്. 2008 തണ്ണീർത്തട നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശത്താണ് ഇത് തുടങ്ങാൻ തീരുമാനിച്ചതെന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്തു. കർഷകരെ അടക്കം വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയാക്കും എന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെങ്കിലും എലപ്പുള്ളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ അനുമതി നൽകിയ നടപടി റദ്ദ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് പുതിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക് നീങ്ങാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്.